സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. നീതാനല്ലോ ജഗത്തും ചരവും അപരവും സർവസമ്പത്തുമോർത്താൽ, നീതാനല്ലോ നടത്താൻ നിപുണതയഖിലം കാത്തുരക്ഷിക്കുവാനും. ഏതാനും കൊണ്ടിഹത്തിൽ പകലിരവുമഹം ഭാവിയായി തീർന്നു ഞാനെൻ മാതാവേ. കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണുരന്നെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ പഞ്ചമാധ്യായം ഭൂഗോള വർണ്ണനം ആണ് നാരായണ ഋഷി ഇവിടെ നാരദന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ അവലോകനം ചെയ്തു തുടങ്ങിയത്. മേരുവിൻ്റെ ചുറ്റിലും സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള 4 പർവ്വതങ്ങളും അതിലുള്ള 4 പ്രധാനപ്പെട്ട സരസ്സുകളും ആണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ സരസ്സുകളുടെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നു, ഇതിലെ ജലം സേവിച്ച് ദേവന്മാർ യോഗ ഐശ്വര്യങ്ങൾ നേടുന്നു. നല്ല സുന്ദരമായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിനെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള 4 ദേവ ഉദ്യാനങ്ങളും ആ പർവ്വതങ്ങളിലുണ്ട്. ഈ 4 ദേവോദ്യാനങ്ങളുടെ പേരാണ് നന്ദനം, ചൈത്രരജം, വൈഭ്രാജം, സർവഭദ്രകം എന്നിങ്ങനെ. ദേവഗണങ്ങൾ ഇവിടെയാണ് അവരുടെ ഭാര്യമാരൊത്ത് അപ്സര സ്ത്രീകളോടൊക്കെ ഒത്ത് വരാറുള്ളത് എന്നവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ തന്നെ ഭൂഗോള വർണ്ണനം ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ദീർഘമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ അവർ പത്നി സമേതരായിക്കൊണ്ടും അപ്സരസ്സുകളുമായിക്കൊണ്ടും വന്ന പല ജലക്രീഡകളും മറ്റും ചെയ്യാറുണ്ട്. മന്ദരപർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന 1000 യോജന ഉയരവും 100 യോജന വർണ്ണവുമുള്ള ദിവ്യമായ ഒരു തേന്മാവ്, ദേവചൂതം എന്നാണ് പേര്. അതിൻ്റെ മുകളിൽ അമൃതതുല്യമായ ധാരാളം പഴങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആ വൃക്ഷത്തിൽ ദേവചൂതം എന്ന് പറയുന്നതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള തേന്മാവാണത്. അമൃതത്തിന് തുല്യമായിട്ടുള്ള പഴങ്ങളാണത്രേ ആ തേന്മാവിലുള്ളത്. കൊടുമുടിക്കൊത്ത വലിപ്പമുണ്ട് ഓരോ പഴത്തിനും എന്നാണ് പറയണത്. അപ്പോൾ സാധാരണ പഴങ്ങളല്ല, ഓരോരോ കൊടിമുടിയുടെയും വലിപ്പം ആണത്ര ഓരോ പഴങ്ങളും. നല്ല മധുരം, നല്ല മൃദുവായിട്ടുള്ള പഴങ്ങൾ. അരുണാഭയമായിട്ടുള്ള അരുണാനദി ഉണ്ടായത്, അഴകാർന്ന ആ നദിയെ ദേവന്മാരും ദൈത്യന്മാരും രാജാക്കന്മാരും എല്ലാം പൂജിക്കണു. ആ നദി ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ മാവിൽ നിന്നും വീഴുന്ന താഴത്തേക്ക് വീഴുന്ന പഴങ്ങളുടെ രസം, താഴത്ത് നല്ല പഴങ്ങൾ, നന്നായിട്ട് പഴുത്ത പഴങ്ങൾ താനേ പഴുത്ത് താഴത്ത് വീണാൽ എന്തുണ്ടാവും? ആ പഴമെല്ലാം താഴത്ത് വീണ് ചതഞ്ഞ് അതിൻ്റെ രസമെല്ലാം അങ്ങനെ പുറത്തു വരും. അങ്ങനെ ഈ തേന്മാവിൻ്റെ ദേവചൂതത്തിൻ്റെ പഴങ്ങൾ വീണ് അതിൽ നിന്നും ഒലിച്ചു വരുന്നതായിട്ടുള്ള ആ പഴങ്ങളുടെ മധുരച്ചാറ് ആണത്രേ ഈ അരുണാനദി ഉണ്ടായത് എന്ന് പറയുകയാണ്. അത് ആ പഴച്ചാറുകളെ കൊണ്ടുണ്ടായതാണ് ഈ അരുണാനദി എന്ന് പറയണു. അഴകാർന്നതായിട്ടുള്ള ആ നദിയെ ദേവന്മാരും ദൈത്യന്മാരും രാജാക്കന്മാരുമെല്ലാം പൂജിക്കാറുണ്ട്.
സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്ന അരുണാദേവി അവിടെ കുടികൊള്ളുന്നു. സർവകാമഫലപ്രദമായിട്ടുള്ള ആ ദേവിയെ ദേവന്മാർ തുടങ്ങിയവരെ നാനാവിധ കാഴ്ചദ്രവ്യങ്ങളും മറ്റും അർപ്പിച്ച് ആരാധിക്കുന്നുണ്ട്. അവരിൽ പ്രസാദിച്ച ദേവി അവരുടെ പാപങ്ങളെല്ലാം കളഞ്ഞ് അവർക്കെല്ലാം അഭയവും കൊടുക്കണു. ആ ദേവിയുടെ കൃപാകടാക്ഷത്താൽ അവർക്ക് എല്ലാ സമയവും ക്ഷേമവും ആയുരാരോഗ്യ സൗഖ്യവും ലഭിക്കണു എന്ന് പറയണു. ആദ്യ, മായ, അതുല, അനന്ത, പുഷ്ടി, ഈശ്വരമാലിനി, ദുഷ്ടനാശകരി, കാന്തിദായിനി എന്നിങ്ങനെ ഭൂമിയിൽ പ്രകീർത്തിക്കപ്പെടുന്നവളാണ് ആ ദേവി എന്നിവിടെ പറയുന്നുണ്ട്. ആദ്യ, മായ, തുലാനന്ദ, പുഷ്ടിരീശ്വരമാലിനി, ദുഷ്ടനാശകരി, കാന്തിദായിനി നീതി സ്മൃതാ ഭുവി അസ്യ പൂജപ്രഭാവേണ ജംബൂനദമുദാവഹ. ആ ദേവിയുടെ കൊണ്ടാണ് അതിന് ഈ സ്വർണ്ണ നിറം വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂഗോള വർണ്ണനയുടെ ആദ്യത്തെ ഭാഗങ്ങളെയെല്ലാം ഇതാ അവിടെ ഈ 5-ാമത്തെ അധ്യായത്തിൽ